ബ്രഷ് ചെയ്ത് എണീറ്റ് വന്നപ്പത്തിനും നല്ല ചെമ്മീൻ്റെ മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ നോക്കി പോയി നോക്കാം. ഉമ്മച്ചി ഇവിടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അവിടെ തക്കാളി, മുളക്, ഒനിയനൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് വാപ്പച്ചി. ഉമ്മച്ചി ഇവിടെ നല്ല ഫ്രൈ ഉണ്ടാക്കണം. നല്ല മണം വരുന്നു. ഉമ്മയ്ക്ക് ഒരെണ്ണം അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. ഒരെണ്ണം അതെ, ആകെ കുറച്ച് ചെമ്മീനോളൂ. അതുകൊണ്ട് എന്താണ് സെറ്റാക്കാൻ പറ്റാന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഗൈസ്. ഏതായാലും ഒന്ന് സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ ബിരിയാണി അല്ല, വേറെ എന്തോ സംതിങ് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് പേര് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ തുടങ്ങിയ ഇവിടം വരെ ഇപ്പൊ സമയം എത്രയായി? 9:15 കേട്ടാ. 9:15 ഗൈസ് ഇപ്പൊ സമയം. ഞാൻ നോക്കിയപ്പോ ഇവിടെ കാണാത്ത പാത്രമൊക്കെ. ഇതൊക്കെ ഈ പാത്രമൊക്കെ ഇതിനുള്ളിലുള്ള അതൊന്നും എടുത്തിട്ടില്ല. ഒന്നും എടുത്തിട്ടില്ല. ടീസ്പൂണൊക്കെ ആയിട്ട് ഇരുന്നിരുന്നതാണ്. നമ്മൾ കുറെ കാലമായി ഉപയോഗിച്ചിട്ട്. അപ്പൊ എടുത്ത് പുറത്ത് വെച്ചതാണ് ഗൈസ്, ഒന്ന് കഴുകി വൃത്തിയാക്കാൻ കരുതിയിട്ട്. അല്ലു എണീറ്റിട്ടില്ല. ചെമ്മീൻ ഫ്രൈ ആയി ഗൈസ്. അപ്പൊ നമ്മൾ അതെടുത്ത് മാറ്റുകയാണ്. തരുന്നില്ല ഗൈസ്. ചീറ്റിംഗ്. തരല ഒരെണ്ണം തന്നൂടോ. അപ്പോ ചെമ്മീൻ കുറച്ച് നമ്മളുടെ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇങ്ങനെ ഇതാണ് ഗൈസ്. ഇളക്കിക്കൊണ്ടിരിക്കാൻ ഗൈസ്. വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തതായി ഗൈസ് നമ്മളിതാ ഇതിലേക്ക് ഒനിയൻ ഇടുകയാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത എണ്ണയിട്ട് നമ്മളിതാ ഒനിയൻ ഇട്ടാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഗൈസ്. നമ്മളുടെ ഒനിയൻ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കുപ്പിപ്പാട്ടയുടെ സൗണ്ട് കേട്ടു ഗൈസ്. അപ്പോൾ കുറച്ച് കുപ്പിപ്പാട്ടൊക്കെ നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയുക, ചാക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ദേ അതിന് നമ്മളുടെ ചേട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. അതെ, കുറച്ച് പച്ചമുളകും കൂടെ ഇടാണ് കേട്ടോ ഗൈസ്. കുറച്ച് മീൻസ് ഒരു 2 എണ്ണം അല്ലേ. നമ്മളുടെ ചേട്ടൻ ഒക്കെ പറക്കി എടുക്കുകയാണ് ഗൈസ്. വേണ്ടതൊക്കെ എടുക്കുകയാണ്, വേണ്ടാത്തതൊക്കെ കളയാണ് ഗൈസ്. എന്തായാലും അതവിടെ നടക്കട്ടെ. അല്ലു എണീറ്റ് വന്നിരിക്കുകയാണ്. അല്ലു ബ്രഷ് ചെയ്ത് പോയിട്ട് ഉറങ്ങിയ അല്ലൂസ് മോർണിംഗ് പ്രയർ ചൊല്ലിയ അൽഹംദുലില്ലാഹി ഇല്ലദി അല്ലാഹുമ്മ اللهم إني أسألك ഓക്കെ, വെരി ഗുഡ്. ശരി, ബ്രഷ് ചെയ്യട്ടെ വേഗം. മീനൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ചോറിന് വേണ്ട വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇടുകയാണ്. നമ്മൾ ഓൾറെഡി ചെമ്മീൻ മസാല വരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് കുറേ ഇടണ്ട, ജസ്റ്റ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഗൈസ്. ഓക്കെ, കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളധികം കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ് ഗൈസ്, കാരണം പൊടിപ്പ് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇതായിട്ടുണ്ട്, ചെമ്മീനായിട്ടുണ്ട്. ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഒനിയൻ വാടിയപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഇടാണ് ഗൈസ്. ആനുമോനെ
നമ്മുടെ ഷെക്ക് കൂടെ പുറത്ത് വെള്ളം അടിക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമറിനുള്ളത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാപ്പിച്ചി ഇവിടെ ഇതിനിങ്ങനെ വഴച്ചെടുത്തിട്ടുണ്ട്. കച്ചമ്പറിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഓക്കെ, നമ്മളിത് വാടിയപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇടാണ് കേട്ടോ. അരി നമ്മൾ കഴുകി വാറ്റി വെച്ചതാണ്. നമ്മൾ അരി ഫുള്ളിട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മൾ 5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇടുന്നത്. അത് നമ്മൾ അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അതാ നൂലപ്പത്തിൻ്റെ അച്ച് അഴിഞ്ഞു പോയി. അതാ നമ്മൾ വെള്ളം ചൂടായപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 5 ഗ്ലാസ് അരിക്ക് നമ്മൾ 11 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വേണമെന്നാണ് പറയുന്നത്. അതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിക്കുള്ളൂ ഗൈസ്. അപ്പം സെറ്റ്. നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കേ, യാ കുറച്ച് മല്ലി ഇട്ടു ഗൈസ്. നമ്മൾ മല്ലി ഇല സോറിയേ ഇപ്പൊ കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗൈസ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. സ്മെല്ല് അങ്ങോട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുകയാണ് ഗൈസ്. വെള്ളം നമ്മളിവിടെ തിളപ്പിച്ചിട്ടിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഓക്കെ ഗൈസ്. ഏതാണ് മോളെ വലിച്ചേപ്പാ എന്നിട്ടോ? ഓക്കെ, അപ്പോൾ ഇതിന് സെറ്റ് ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ സെറ്റായി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇതെവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ചോറ് അവിടെ സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളുടെ ചിരട്ടപ്പുട്ടാണ് ഗൈസ്. ഇന്ന് സ്പെഷ്യൽ ചിരട്ടപ്പുട്ടാണ്. പുട്ട്, പഴം, നെയ്യ്, പഞ്ചസാര എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. കണ്ടോ ചിരട്ടപ്പുട്ട്, നല്ല പോലത്തെ ചിരട്ടപ്പുട്ടാണ് ഗൈസ്. വാവ്, നൈസ്. ഓക്കെ, ടാറ്റാ. നമ്മുടെ റൈസ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വറ്റാനുണ്ട് ഗൈസ്. നമുക്ക് അതും കൂടെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മളെ ചെമ്മീൻ കുട്ടന്മാരെ നമുക്ക് ഇതുമ്മൽ ഈ മുകളിൽ തന്നെ സെറ്റ് ചെയ്യാൻ ഗൈസ്. ഓക്കെ, നമ്മുടെ ഫുഡ് ഇവിടെ അയച്ചു. ഉപ്പ് നോക്കാണ് ഗൈസ്. ലെമൺ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞും കൊടുത്തു ഗൈസ്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ വെച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത ചെമ്മീൻ ഗൈസ്. നമ്മൾ കുറച്ച് ചോറിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ടേസ്റ്റ് കറക്റ്റ് മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഫോർ എ ഗാർണിഷ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ മൂടിയെടുത്ത് വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. സലാഡ് റെഡി ആയിട്ടുണ്ട്, ഇത് റെഡിയാണ്. പപ്പടം ഫ്രൈ ചെയ്തിട്ടുണ്ട്, അച്ചാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ, അത് മറന്നുപോയി ഗൈസ്. ഇഞ്ചിക്കറി അപ്പൊ സെറ്റാണ് ഗൈസ്. ഇന്ന് നമ്മൾ പൊളിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി വീഡിയോസ് എടുക്കാം. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.